ഈശ്വർ കൂടി ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ലീഗിന് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള ക്ലെയിം അല്ലെങ്കിൽ യോഗ്യത സംബന്ധിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള നേതാവിൻ്റെ ഇതിനുള്ള ക്ലെയിമിനെ സംബന്ധിച്ച് ആർക്കും, ശ്രീകുമാർ ഉൾപ്പെടെ നമ്മുടെ പാനലിസ്റ്റുകൾക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അത് നേതാക്കന്മാരോട് ചോദിച്ചാലും അങ്ങനെ തന്നെയുള്ള മറുപടികളായിരിക്കും ലഭിക്കുക. പക്ഷേ ലീഗ് ഇക്കാര്യം പുറത്തു പറയില്ല. മുഖ്യമന്ത്രി സ്ഥാനം പോയിട്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള തങ്ങളുടെ അവകാശം പോലും ലീഗ് ഉന്നയിക്കില്ല. എന്തുകൊണ്ടായിരിക്കും അത്? ലീഗ് കൊടികൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഉയർന്നപ്പോൾ അത് ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ പ്രചരിച്ചു എന്നത് നമ്മൾ കണ്ടതാണ്. ഭയപ്പാട് കൊണ്ടായിരിക്കുമോ ലീഗ് തങ്ങളുടെ ക്ലെയിം മുന്നോട്ട് വെക്കാത്തത്? ലീഗ് വളരെ മര്യാദയുള്ള പാർട്ടിയാണ്, മാന്യതയുള്ള പാവക്കാട് സംഘന്മാരെ നയിക്കുന്നുണ്ട്. അവർക്ക് രാഷ്ട്രീയ കേസ്, സാമുദായിക കേസ് എന്നും ഒരു മികച്ചത്തിന്റെ പാതയിൽ പോകുന്നത് കൊണ്ടാണ് അവരങ്ങനെ തീർച്ചയായിട്ടും ഏറ്റവും സീനിയർ CDF ഏറ്റവും സീനിയർ രാഹുൽ, ഓഡിയോ ക്ലിയർ അല്ല. രാഹുൽ വിദേശത്താണെന്ന് എനിക്ക് അറിയാം. പക്ഷേ രാഹുൽ പറയുന്നത് ഞങ്ങൾക്ക് വ്യക്തമാവുന്നില്ല. കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. മറ്റോ ആംബിയൻസ് ഒക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും റൈറ്റ്സ് ഉണ്ട്. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകാൻ തന്നെ റൈറ്റ്സ് ഉണ്ട്. പക്ഷെ ലീഗാക്കളെ രാഹുൽ, എന്തോ ഓഡിയോയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. രാഹുൽ കേൾക്കാൻ പറ്റുന്നില്ല. വീഡിയോ ഉണ്ട്, പക്ഷേ ഓഡിയോ വ്യക്തമല്ല. തണുത്ത് വിറച്ചിരിക്കുന്നതാണോ? അതുകൊണ്ടാണോ? ശരി, വിദേശ രാജ്യത്താണ് രാഹുൽ ഉള്ളത്. ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ള താല്പര്യമുണ്ട് എന്ന് രാഹുൽ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ബുദ്ധിമുട്ടിയാണെങ്കിൽ പോലും ചർച്ചയിൽ പങ്കെടുക്കണമെന്നൊരു ആഗ്രഹം അദ്ദേഹം തന്നെ പറഞ്ഞതും ഞാൻ അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ. ഞാൻ രാഹുലിലേക്ക് തിരിച്ചെത്താം. ശ്രീ എൻ ശ്രീകുമാർ, നോക്കൂ, ഇവിടിപ്പോൾ ഞാൻ രാഹുലിനോട് ചോദിച്ച കാര്യം, ലീഗിനെ സംബന്ധിച്ച് തങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലെയിം ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവകാശവാദം ഉന്നയിക്കാം എന്ന സാഹചര്യമൊക്കെ അവർക്കും ബോധ്യമുണ്ട്. പക്ഷെ അവരത് പരസ്യമായി പറയില്ല. അത് മുന്നണി മര്യാദ കൂടി പാലിച്ചുകൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ വലിയ പ്രതീക്ഷയാണ് UDF-നെ സംബന്ധിച്ചുള്ളത്. VD സതീശൻ 100 കടക്കും എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ വനവാസം എന്ന ഒരു കാര്യം പോലും അദ്ദേഹം സൂചിപ്പിച്ചത് ആ അമിത ആത്മവിശ്വാസത്തിൽ നിന്നാണല്ലോ. പക്ഷെ അതല്ല യാഥാർത്ഥ്യം എന്ന് വന്നാൽ 2011-ലേതുപോലെയൊക്കെയുള്ളൊരു സാഹചര്യമാണ് എങ്കിൽ അവിടെ ലീഗിൻ്റെ നമ്പേഴ്സ് വളരെ നിർണായകമാകുന്ന ഒരു സാഹചര്യമൊക്കെ വന്നാൽ, നേതാക്കന്മാർ തമ്മിൽ ഇതുപോലെ പോര് തുടരുകയാണ് എങ്കിൽ ഒരു അസാധാരണ സാഹചര്യമാകുമോ? താങ്കൾ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ ചില സാഹചര്യങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് എന്ന്. അപ്പോൾ അങ്ങനെ ഒരു അസാധാരണ സാഹചര്യം ഉണ്ടാകാനുള്ള എന്തെങ്കിലും സാധ്യതകൾ താങ്കൾ കാണുന്നുണ്ടോ? നോക്കൂ ശ്രീമതി രേണുക, നമ്മൾ ഈ സാങ്കല്പിക ചോദ്യങ്ങൾക്കും അതിനുകൊണ്ടൊരു ചെറിയൊരു മര്യാദ അതിനുണ്ട്. അപ്പോൾ നമ്മൾ സങ്കല്പത്തിൽ നമ്മളിപ്പോൾ ലീഗാണ് കോൺഗ്രസിനേക്കാൾ മുന്നിൽ എന്നാണ് രേണുക ഉദ്ദേശിക്കുന്നത്, പച്ച മലയാളത്തിൽ പറഞ്ഞ. അപ്പൊ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ് ലീഗിന് കിട്ടുകയും കോൺഗ്രസ് ചുരുങ്ങി നിർണായകമാകുകയാണ് എങ്കിൽ എന്നാണ് സൂചിപ്പിച്ചത്. അല്ല, നിർണായകമാകുന്ന അങ്ങനെ ആകണമല്ലോ. കാരണം കോൺഗ്രസ് മത്സരിച്ചിട്ടുള്ളൂ. അല്ല, അതെ ഞാൻ പറഞ്ഞ 27, 26 ജയിക്കുകയും കോൺഗ്രസ് ഏതാണ്ട് 21 സീറ്റിൽ ഒതുങ്ങുകയും ചെയ്താലോ എന്നൊരു ചോദ്യമായിരിക്കുമല്ലോ മനസ്സിലുണ്ടാവുക. അതാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഭരണം കിട്ടില്ല. അപ്പൊ പിന്നെ പ്രശ്നം കഴിഞ്ഞല്ലോ. പിന്നെ പ്രതിപക്ഷ നേതാവ് ആരാണെന്നുള്ള ചോദ്യം മാത്രമല്ലേ വരുന്നുള്ളൂ. നമുക്ക് ശ്രീമതി രേണുക, ഞാനിവിടെ ഒരു കാര്യം പറയട്ടെ. നമ്മള് UDF-നെ കുറിച്ച് അതാണല്ലോ ശ്രീ എൻ ശ്രീകുമാർ സൂചിപ്പിച്ചത്. ലീഗിനേക്കാൾ കൂടുതൽ കോൺഗ്രസ് നേടുന്നു എങ്കിൽ പോലും ലീഗ് വളരെ നിർണായകമാകുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതായത് കഷ്ടിച്ച് ഭൂരിപക്ഷം നേടുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ, അങ്ങനെയാണെങ്കിലും കോൺഗ്രസ് അല്ലേ കൂടുതൽ സീറ്റ് നേടുക, സംശയമില്ലാത്ത കാര്യമല്ല. അങ്ങനെ ആണെങ്കിൽ പോലും, കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, UDF-ന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ്, പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് ആണ്, UDF-നെ എക്കാലവും നയിച്ചിട്ടുള്ളത് കോൺഗ്രസ് ആണ്. UDF-നെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ അംഗീകരിക്കുന്നവരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അത് മാത്രവുമല്ല, കഴിഞ്ഞ ഈ 10 വർഷക്കാലം കോൺഗ്രസിനോടൊപ്പം നമ്മൾ ഈ നാട്ടുഭാഷ പറഞ്ഞ കട്ട സപ്പോർട്ടായിട്ട് നിന്നൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഏത് പ്രതിസന്ധി വന്നപ്പോഴും കോൺഗ്രസിന്റെ ഒപ്പം നിന്നു. പിന്നീട് ആ പ്രതിപക്ഷത്തിരുന്നുള്ള ആ ഭരണപക്ഷത്തിന്റെ ദ്രോഹം മുഴുവൻ കേട്ടു, ആരോപണം മുഴുവൻ കേട്ടു. അതിനുശേഷം
കഴിഞ്ഞ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയം, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വൻ വിജയം, മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ CPM-നോ CPI-ക്കോ ഒരു സീറ്റ് പോലും കൊടുക്കാതെ ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷരഹിത ജില്ലാ പഞ്ചായത്തായിട്ട് പിടിച്ചെടുത്തൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിന്റെ പരിപൂർണ പിന്തുണ കോൺഗ്രസിനാണ്. ആ മുസ്ലിം ലീഗിന്റെ ആഗ്രഹവും അവർ പറഞ്ഞിട്ടുള്ളതും UDF-നെ നയിക്കുന്നത് കോൺഗ്രസ് ആണെന്നാണ്. അതോടുകൂടി പിന്നെ വേറെ ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയെ കുറിച്ച് നേരത്തെ ലീഗിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഉന്നയിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ വേറെ ചില ലീഗ് നേതാക്കളൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് അതിനുള്ള അത് ലഭിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇന്ന് കുഞ്ഞാലിക്കുട്ടി തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുമ്പോൾ പോലും ഞാനതിൽ തെറ്റ് കാണുന്നില്ല. ശ്രീ സജീവൻ ഇവിടെ ഇടയ്ക്ക് എന്നെ ഇട്ടൊരു കുത്തുകുത്തി, ശ്രീകുമാർ പോലും കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആണെന്ന് ആഗ്രഹിക്കുന്നല്ലോ പറഞ്ഞു. കാരണം എന്താ അറിയോ, കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആവാൻ പരമയോഗ്യനാണ്. പക്ഷെ നേതൃത്വം കോൺഗ്രസിനാണ് കേരളത്തില്. അതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പൊ ഈ അഹമ്മദ് മറ്റേ കേന്ദ്രത്തിലെ മന്ത്രിയായില്ലേ, കോൺഗ്രസിന്റെ കെയർ ഓഫിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായില്ലേ. ഇപ്പൊ സംസ്ഥാനത്ത് തന്നെ 2-3 കാര്യങ്ങൾ പറഞ്ഞില്ല, 2 ഉപമുഖ്യമന്ത്രി സ്ഥാനവും 1 മുഖ്യമന്ത്രി സ്ഥാനവും. അതിൽ നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, CH മുഹമ്മദ് കോയ എന്റെ അറിവ് ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് പിന്നീട് അദ്ദേഹം ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആകാൻ ഇരുന്നത്. അപ്പൊ അതൊക്കെ രാഷ്ട്രീയത്തിൽ അതൊക്കെ ലീഗ് എത്ര സൗമ്യമായ സമീപനത്തോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നവരാണ് ലീഗ് എന്നറിയാമോ? അതിപ്പോ വയനാട്ടില് നമ്മളുടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിച്ചപ്പോഴേ CPM-ന്റെ ഒരു അഖിലേന്ത്യാ പോളിറ്റ് ബ്യൂറോയിൽ അഖിലേന്ത്യാ നേതാവായി പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുന്ന നേതാവ് എന്താ പറഞ്ഞത്, അവരുടെ ജയം എങ്ങനെയാണ് ഉണ്ടായതെന്നൊരു ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ടോണിലൊരു അഭിപ്രായം പറഞ്ഞില്ലേ വിജയരാഘവൻ? അത് ഓർമ്മയുണ്ടോ? അന്ന് ലീഗ് എന്താണ് മറുപടി പറഞ്ഞത്? ഇനി അത് മാത്രമല്ല, ലീഗിന് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ആദ്യകാലങ്ങളിൽ ഇടപെട്ടത് രാഹുൽ ഗാന്ധി, ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് ആണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇന്ദിരാഗാന്ധി തൊട്ട് ഇങ്ങോട്ട് ലീഗിനോടെടുത്ത സമീപനം നിങ്ങൾ നോക്കൂ. ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ ലീഗിന്റെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എടുത്ത നിലപാട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ചെങ്ങാതിമാരാണ് ലീഗ് എന്ന് പറയുന്നത്. നമ്മുടെ നേരത്തെ ലീഗിന്റെ തുടക്കക്കാരായ കേരളത്തിലെ നേതാക്കള് പൂക്കോയത്തങ്ങളും ബാഫക്കിത്തങ്ങളൊക്കെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് കൂട്ടുകൂടാൻ ലീഗിന് പറ്റില്ലെന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ആ ലീഗ് പിളർന്നപ്പോൾ അഖിലേന്ത്യാ ലീഗ് ആയപ്പോൾ PM അബൂബക്കർ അപ്പുറത്ത് പോയിട്ട് മരാമത്ത് മന്ത്രിയായ കഥയൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പോഴാ. കാരണം ദേശീയതയോടെ ഇത്രയധികം താതാത്മ്യം പ്രാപിക്കുന്ന ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ പ്രാമുഖ്യമുള്ള ഒരു ദേശീയ കക്ഷിയാണ് മുസ്ലിം ലീഗ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതാ ഞാൻ പറഞ്ഞത്, യഥാർത്ഥ ഇടതുപക്ഷ സ്വഭാവമുള്ള UDF ആണെന്ന്. ആ ഇടതുപക്ഷ സ്വഭാവമുള്ള UDF-നൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് കൃത്യമായി ബോധ്യമുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഞാനിത് തമാശ പറഞ്ഞതല്ല ശ്രീമതി രേണുക. കാരണം ഇടതുമുന്നണിയിലെ CPI-ക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ? ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രി 1980 മുതൽ RSPയും CPI-യും LDF-ലൊപ്പം ഉള്ളതാണ്. അതിനുശേഷം RSP ഇപ്പൊ ഒരു കുറച്ച് 10-30 വർഷം കഴിഞ്ഞപ്പോ തിരിച്ചു പോന്നു. ഇപ്പോഴും CPI അവിടെ ഉണ്ട്. അവർക്കൊരു അവർക്ക് ഇതുപോലെ നമ്പേഴ്സ് ഇല്ലല്ലോ. നമ്പേഴ്സിന്റെ പ്രശ്നവും ഉണ്ടല്ലോ. താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ രാഹുൽ ഓക്കെ ആണ് എന്ന് തോന്നുന്നു. മാത്രവുമല്ല, ലീഗിനോട് ഇടതുപക്ഷത്തിന് തൊട്ടുകൂടായ്മ ഉണ്ട് എന്ന് നമുക്ക് പറയാനും പറ്റില്ല. അതിലേക്ക് വരാം, ഞാൻ സജീവനിലേക്കൊക്കെ വരാം. അതിനു മുൻപ് രാഹുൽ പറഞ്ഞോളൂ. പെട്ടെന്ന് 2 കാര്യങ്ങൾ. ഒന്ന്, ലീഗിന് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി സാറിന് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തിന് എല്ലാ അർഹതയുമുണ്ട്. അതില്ലാന്ന് ആരും പറയില്ല. ഏറ്റവും സീനിയറാണ് UDF-ലെ. അതോടൊപ്പം ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനോ ആഭ്യന്തരമന്ത്രി കൂടിയായ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അവർക്ക് തീർച്ചയായിട്ടും അർഹതയുണ്ട്. അടുത്ത പറയുന്നത് കുഞ്ഞാലിക്കുട്ടി സാറിന് എനിക്ക് വ്യക്തിപരമായ ഇഷ്ടമാണ്, ആദരവാണ്. അടുത്ത പറയുന്ന ഒരു തമാശയാണ്. പക്ഷെ കുഞ്ഞാലിക്കുട്ടി സാർ മുഖ്യമന്ത്രി ആകില്ല. കാര്യം അദ്ദേഹത്തിന്റെ പേര് കുഞ്ഞാലിക്കുട്ടി നായർ എന്നല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടി സാർ മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യതകൾ കുറവാണ്. കാര്യം കേരളത്തിന്റെ സാമുദായിക ബാലൻസിങ് വെച്ച് ഇപ്പോ ഒരു നായർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്കുള്ള പോസിബിലിറ്റി മാത്രമാണ് നമുക്കിപ്പോ അറ്റ്ലീസ്റ്റ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, കേരളത്തിന്റെ ഒരു ബാലൻസ് അങ്ങനെയാണ് എന്ന് നമുക്കറിയാം. പക്ഷെ കുഞ്ഞാലിക്കുട്ടി സാറിനും മുസ്ലിം ലീഗിനും അവരെന്തുകൊണ്ടാണ് ക്ലെയിം ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അവരുടെ മാന്യത, അവരുടെ മര്യാദ, അവരുടെ മിതത്വം, പാണക്കാട് തങ്ങന്മാരെ പോലെ അവര് നയിക്കുന്ന ഒരു ആത്മീയ ബേസ്, സ്വന്തം താല്പര്യങ്ങൾക്ക് മുകളിൽ പൊതുസമൂഹത്തിന് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യാൻ അവർക്ക് കഴിയുന്ന കാര്യം ഈ രീതിയിലാണ്. ഒന്ന് ഓർക്കണം, കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ ഹിന്ദു വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യേണ്ടത്. അത് ആ പണി കോൺഗ്രസ് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പോരായ്മ. മുസ്ലിം ലീഗ് അവരുടെ പണി കൃത്യമായി ചെയ്യുന്നുണ്ട്, കേരള കോൺഗ്രസ്സുകാർ അവരുടെ പണി ചെയ്യുന്നുണ്ട്. പക്ഷെ കോൺഗ്രസിന് ഒരു ബാലൻസിൽ
ഭൂരിപക്ഷ സമൂഹത്തിന്റെയും അതോടൊപ്പം മതേതര സമൂഹത്തിന്റെയും വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഈ പോരായ്മ കോൺഗ്രസ് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിന്റെ തന്നെ സ്പേസ് അവിടെ നശിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഗാന്ധിജിയുടെ കാലം മുതൽ ആരാണ് കോൺഗ്രസ്? കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി, അല്ലെങ്കിൽ ആയിരുന്നു ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി. അതിന്റെ നഷ്ടം പലപ്പോഴും സംഭവിക്കുന്നതാണ്. പിന്നെ കൗതുകമുള്ളൊരു നിരീക്ഷണം കൂടി നടത്താം. പലപ്പോഴും CPM-ന് ആര് മുഖ്യമന്ത്രിയാവണമെന്ന് തീരുമാനിക്കുന്നത് CPM-കാരാണ്, അല്ലെങ്കിൽ CPM-ന്റെ നേതാക്കളെ തീരുമാനിക്കുന്നത് CPM-കാരാണ്. BJP-യുടെ നേതാക്കളെ തീരുമാനിക്കുന്നത് BJP-യും RSS-ഉമാണ്. പക്ഷെ കോൺഗ്രസിൽ പലപ്പോഴും നേതാക്കളെ തീരുമാനിക്കുന്നത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, ജനങ്ങളും കൂടിയാണ്. മഹാത്മാഗാന്ധിയുടെ കാലം മുതലേ അങ്ങനെയാണ്. ത്രിപുരി സമ്മേളനത്തിലാണെന്നാണ് എന്റെ ഓർമ്മ. സാക്ഷാൽ മഹാത്മാഗാന്ധി താല്പര്യപ്പെട്ട പട്ടാഭി സീതാരാമയ്യ, അദ്ദേഹത്തെ തോൽപ്പിച്ച് നേതാജി സുഭാഷ് ചന്ദ്രബോസ് വരികയുണ്ടായി. ഇപ്പം കോൺഗ്രസിലെ ഈ തമ്മിലടി എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരർത്ഥത്തിൽ ജനാധിപത്യ വൈബ്രൻസ് ആണ്, ഒരു ഡൈനാമിക് ഡെമോക്രസിയാണ്. അതിനെ നമ്മൾ പോസിറ്റീവായിട്ടേ കാണാവൂ. ഈ തമ്മിലടിയെന്നോ കസേരകളിയെന്നോ പറയുന്ന കാര്യം ജനാധിപത്യത്തിന്റെ വൈബ്രൻസ് ആണ്. ഇതാണ് സക്രിയമായ ജനാധിപത്യം. നേരത്തെ ഇവിടെ പല പാനലിസ്റ്റുകൾ പറഞ്ഞതിൽ ഒരു കാര്യം വളരെ കറക്റ്റാ. ഇപ്പൊ CPM-ന് ഏതെങ്കിലും ഒരു നേതാവിനെ കുറിച്ച് നമ്മൾ നെഗറ്റീവായിട്ടോ മറ്റും പരാമർശിക്കുകയാണെങ്കിൽ നമ്മളെ അവരുടെ വർഗശത്രുക്കളാക്കും. BJP-യുടെ ഏതെങ്കിലും നേതാക്കളെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാൽ അവർ നമ്മളെ രാജ്യദ്രോഹികളാക്കും. പക്ഷെ കോൺഗ്രസിലെ ഏതെങ്കിലും നേതാവിനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാൽ പറ്റുമെങ്കിൽ അവർ നമ്മുടെ താളെ അയച്ച് നമ്മുടെ വിയോജിപ്പ് പരിഹരിക്കാൻ നോക്കും. അതാണ് ജനാധിപത്യത്തിന്റെ മാനദണ്ഡം. യഥാർത്ഥത്തിൽ ആ അർത്ഥത്തിൽ കോൺഗ്രസ് പോസിറ്റീവാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ളവരാണ് കോൺഗ്രസിന്റെ ക്യാമ്പുകളിൽ നിന്ന് ശക്തമായി ഉയർന്നു വരുന്നത്. വിശിഷ്യ പൊതുസമൂഹത്തിൽ ശ്രീ VD സതീശനും, എന്നാൽ KC വേണുഗോപാലിനെ പോലുള്ളവർ കോൺഗ്രസ് പാർട്ടിയുടെ ഉള്ളിലും ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ശക്തമായി അദ്ദേഹത്തെ തന്നെ മുമ്പോട്ട് വെക്കുന്നുണ്ട്. വേറെയും കഴിവുള്ളവരുണ്ട്, മുരളീധരൻജി ഉണ്ട്, ശ്രീ ശശി തരൂറുണ്ട്. പക്ഷെ സാധ്യത കൂടുതൽ ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ള ആൾക്കാർക്കാണ്. പക്ഷെ കുഞ്ഞാലിക്കുട്ടി സാറ് തീർച്ചയായിട്ടും ഇവരെക്കാൾ എല്ലാം സീനിയറാണ്. ഒരു കാലത്ത് പലപ്പോഴും ആലങ്കാരികമായിട്ട് കുഞ്ഞുമാണി, കുഞ്ഞാലി അവരാണ് ഭരിക്കുന്നതെന്ന് സുകുമാരൻ നായർ സാർ ദ്വയാർത്ഥത്തിൽ പറയുകയുണ്ടായി. അതായത് രമേശ് ചെന്നിത്തലജിക്ക് താക്കോൽ സ്ഥാനം, ഒരു നായർ സമുദായ അംഗത്തിന് താക്കോൽ സ്ഥാനം കിട്ടണമെന്ന ആഗ്രഹം കൊണ്ട് അന്ന് അങ്ങനെ പറയുകയുണ്ടായി. SFI-ക്കാര് ഉണ്ടാക്കിയ മുദ്രാവാക്യമാണ്. പക്ഷെ സുകുമാരൻ നായർ സാറിനടക്കം പിന്നീട് ഏറ്റെടുക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. അപ്പൊ ഈ സാമുദായിക ബാലൻസിനെ കുറിച്ച് നമ്മൾ സത്യസന്ധമായിട്ട് അറിയണം. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിക്കുക. ഞാൻ ഫിൻലാൻഡിലായതുകൊണ്ടാണ് കണക്ടിവിറ്റിയുടെ ഇഷ്യൂ. അതായത് കേരളത്തിൽ നായർ മുഖ്യമന്ത്രിയാണ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞാലിക്കുട്ടി സാറിനെ പോലൊരാൾക്ക് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണം. വിദ്യാഭ്യാസം അടക്കമുള്ള പല മേഖലകളിൽ, അല്ലെങ്കിൽ സമ്പത്ത്, ഫിനാൻസ് ഒരു ക്രിസ്ത്യൻ സമുദായത്തിലെ ആൾക്കാർ കൊടുക്കണം. ഇനി കേട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇത് സാമുദായികമായിട്ടല്ല പങ്കുവെക്കുന്നത് എന്ന അഭിപ്രായമുണ്ടെങ്കിൽ അവരെ ദൈവം രക്ഷിക്കട്ടെന്നേ പറയാനുള്ളൂ. കാരണം ഇതിനെല്ലാം സാമുദായികവും ഉള്ളിലെ താല്പര്യങ്ങളും വെച്ച് കൂടിയാണ് പങ്കുവെക്കുന്നത്. അത് മാത്രമല്ല യാർസിക്, അതുകൊണ്ട് കൂടിയാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ആ അർത്ഥത്തിൽ ലീഗ് ഏറ്റവും മിതത്വവും മര്യാദയുമാണ് കാണിക്കുന്നത്. ലീഗ് കാരണം ഒരു വിശിഷ്ട സവർണ ഹിന്ദു നായർ പോളറൈസേഷൻ ഉണ്ടാകരുത് എന്ന തിരിച്ചറിവിൽ ശ്രീ മുനവറലി തങ്ങളാകട്ടെ, ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാകട്ടെ ഏറ്റവും സോഫ്റ്റ് പിച്ചിങ് ആണ് ചെയ്യുന്നത്. അതിന് ലീഗിനെ എത്രമാത്രം അഭിനന്ദിച്ചാലും എന്താ പറയാ മതിയാവില്ല. അതാണ് ഞാൻ തമാശയ്ക്ക് പറഞ്ഞത്. കുഞ്ഞാലിക്കുട്ടി നായർ എന്നാണ് പേരുന്നെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാർ മുഖ്യമന്ത്രി ആകുമായിരുന്നു. പക്ഷെ ഇപ്പോ ഹിന്ദു വോട്ടുകൾ കോൺഗ്രസിലേക്ക് തിരിച്ചു വരണം, വിശിഷ്യ നായർ ഹിന്ദു വോട്ടുകൾ വരണമെന്നുള്ളത് കൊണ്ടാണ് ലീഗിന് ഈ സ്ഥാനം, അല്ലെങ്കിൽ ആ വോട്ടുകൾ പോകുമെന്ന ഭീതി UDF-നുള്ളിൽ പലരും ജനിപ്പിക്കുന്നതുകൊണ്ടാണ് ഇത്രയും മിതവും മയവും നയവുമായിട്ട് ലീഗ് പെരുമാറുന്നത്. അത് ലീഗിന്റെ നന്മയാണ്. അത് അവരുടെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അവരെ ആ സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നതിൽ അഭിനന്ദിക്കേണ്ടതാ. ശരി, ഞാൻ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.